യഥോ ധർമ്മ സ്തതോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന ആത്മീയജ്ഞാന പരമ്പരയിൽ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയ മഹാഭാരത കഥ, ഗംഗാധരൻ എന്ന ഭീഷ്മൻ സ്വന്തം പിതാവ് ആയ ശന്തനു മഹാരാജാവ് യമുനാനദീ തീരത്ത് വെച്ച് കണ്ട ദാസമുഖ്യ പുത്രിയായ സത്യവതിയെ തനിക്ക് വേലി കഴിക്കണമെന്ന് തോന്നിയ ആഗ്രഹം സഫലമാക്കാൻ ദാസമുഖ്യനോട് ആവശ്യപ്പെട്ടപ്പോൾ ദാസമുഖ്യൻ വെച്ച വ്യവസ്ഥകൾ അംഗീകരിക്കാൻ പറ്റാതെ നിരാശപ്പെട്ട് കഴിയുകയായിരുന്ന മഹാരാജാവിന് ഇത് മനസ്സിലാക്കിയ ഇതറിഞ്ഞ ഗംഗാധരൻ സ്വപിതാവിൻ്റെ ആഗ്രഹ സമ്പൂർത്തിക്ക് വേണ്ടി ദാസമുഖ്യൻ്റെ എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് സത്യവതിയെ മഹാരാജാവിനായി യമുനാനദി തീരത്തുള്ള ദാസമുഖ്യൻ്റെ കുടിലിൽ നിന്നും ഹസ്തനപുരി കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. തൻ്റെ തേരിൽ കയറ്റി സത്യവതിയുമായി ഏതാനും ഹസ്തനപുരി കൊട്ടാരത്തിലെ രാജപ്രമുഖരുമായി കൊട്ടാരത്തിലേക്ക് കടന്നു വന്ന ഗംഗാധരൻ സ്വപിതാവിൻ്റെ മുന്നിൽ വന്ന് സത്യവതിയുമായി നിൽക്കുകയായിരുന്നു. ഇത് കണ്ട ശന്തനു മഹാരാജാവ് അല്പസമയം ഒന്നും ഉരിയാടാൻ കഴിയാതെ സപ്തനായിപ്പോയി. കാരണം ഒരു ഭാഗത്ത് തൻ്റെ പുത്രൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന വസ്തുത ഓർത്തപ്പോൾ ഉണ്ടായ ഉൾപ്പുളകം, അതായത് പുത്രവാത്സല്യം. സ്വപുത്രൻ അവൻ അർഹതപ്പെട്ട ഈ രാജ്യത്തിൻ്റെ രാജ്യാവകാശവും അവൻ്റെ ജീവിത സന്തോഷങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാവുന്ന ആ ഈ രാജകുമാരൻ ഈ കൗമാരപ്രായത്തിൽ തന്നെ നിത്യബ്രഹ്മചാരിയായി സത്യപ്രതിജ്ഞ ചെയ്ത് സ്വപിതാവിൻ്റെ ഇംഗിത സമ്പൂർത്തിക്ക് വേണ്ടി പ്രയത്നിച്ച ആ പ്രയത്നം, അതായത് ത്യാഗം ഓർത്തപ്പോൾ മകനോടുണ്ടായ വാത്സല്യം ഒരു ഭാഗത്ത്, മറ്റു ഭാഗത്ത് യൗവനം കഴിഞ്ഞ മധ്യവയസ്കനായ താൻ പുത്രൻ്റെ ദീർഘനാളത്തെ ജീവിത സുഖങ്ങളെ ത്യജിപ്പിച്ചുകൊണ്ട് തൻ്റെ സുഖത്തിന് വേണ്ടി ഇത്തരം ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് പുത്രൻ അവസരം ഉണ്ടാക്കിയ തന്നോട് തന്നെ ഉണ്ടായ ഒരുതരം വിദ്വേഷവും മഹാരാജാവിൻ്റെ മനസ്സിൽ ഇങ്ങനെ രണ്ട് ഭാഗത്തും രണ്ട് വിധത്തിലുള്ള ചിന്താഗതികൾ ഇങ്ങനെ അലയടിക്കുകയും അവ തമ്മിൽ സംഘർഷം നടക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി ശന്തനു മഹാരാജാവ് ഒരു ഭാഗത്ത് ദുഃഖം കൊണ്ട് പൊട്ടിക്കരയുകയും വാക്കുകൾ ഇടറി പുറത്തു വരാതിരിക്കുകയും ചെയ്തു. നിമിഷ നേരങ്ങൾക്ക് ശേഷം തൻ്റെ ശബ്ദം പുറത്തു വന്നപ്പോൾ മഹാരാജാവ് ഇപ്രകാരം പറഞ്ഞു: പുത്ര, നീ ഇന്ന് അനുഷ്ഠിച്ച ഈ ത്യാഗത്തിന് ദേവകൾ പുഷ്പവൃഷ്ടി ചൊരിച്ച് നിനക്ക് ഭീഷ്മൻ എന്ന നാമകരണം തന്നു. അതുമാത്രമല്ല, ഞാനിതാ നിനക്ക് ഒരു സത്യം ചെയ്തു തരുന്നു. ഇന്നു മുതൽ നീ ഒരു വരം ഞാൻ നിനക്ക് നൽകാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, ഏത് സമയത്തായാലും നീ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ നിനക്ക് മരണം സംഭവിക്കുകയുള്ളൂ. നീ സ്വച്ഛന്ത മൃത്യുവായിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഏത് കാലഘട്ടത്തിലായാലും ഒരു കാരണവശാലും ഈ ഭൂമുഖത്തുള്ള ഒരു യോദ്ധാവിനും നിന്നെ നിഗ്രഹിക്കാൻ കഴിയുകയോ ഏതൊരു വിധത്തിലുള്ള മറ്റ് സാമൂഹ്യ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നീ മരണമടയുകയോ ചെയ്യുകയില്ല. എന്നായാലും നിനക്ക് സ്വച്ഛന്ത മൃത്യു, അതായത് നീ ആവശ്യപ്പെടുമ്പോൾ, നീ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ നിനക്ക് മരണം സംഭവിക്കുകയുള്ളൂ എന്ന് മഹാരാജാവ് പുത്രനെ അനുഗ്രഹിച്ചതിന് ശേഷം
രാജകീയ വിധിപ്രകാരം സത്യവതിയെ വിവാഹം കഴിക്കുകയും സന്തുഷ്ടമായി കൊട്ടാരത്തിൽ സത്യവതിയെ പട്ടമഹിഷിയാക്കി കഴിഞ്ഞുകൂടുകയും ചെയ്തു. വർഷങ്ങളിങ്ങനെ കടന്നുപോയി. മഹാരാജാവിന് സത്യവതിയിൽ 2 പുത്രന്മാർ ജനിച്ചു. മൂത്തവനെ ചിത്രാംഗതനെന്നും ഇളയവനെ വിചിത്രവീരനെന്നും നാമകരണം ചെയ്തു. അവരെ അസ്ത്രാഭ്യാസങ്ങളും വേദശാസ്ത്രങ്ങളും എല്ലാം പഠിപ്പിച്ച് കാലം വീണ്ടും കടന്നുപോയി. മൂത്തപുത്രനായ ചിത്രാംഗതൻ പ്രായപൂർത്തിയായി. ഇളയവൻ പ്രായപൂർത്തിയാവാതിരുന്നപ്പോൾ തന്നെ ശന്തനു മഹാരാജാവ് ഒരു ദിവസം ഇഹലോകവാസം വെടിഞ്ഞു. ഗംഗാദത്തൻ, അതായത് ഭീഷ്മൻ, തൻ്റെ സത്യപ്രതിജ്ഞ പ്രകാരം ശന്തനു മഹാരാജാവിന് സത്യവതിയിൽ ജനിച്ച മൂത്ത പുത്രനായ ചിത്രാംഗതനെ ആ രാജ്യത്തിൻ്റെ, അതായത് ഹസ്തനപുരിയുടെ രാജാവായി അഭിഷേകം ചെയ്തു. യുവാവായിരിക്കുമ്പോൾ തന്നെ രാജഭരണം ഏറ്റെടുത്ത ചിത്രാംഗതൻ വളരെ സമർത്ഥനായ യോദ്ധാവായിരുന്നു. അങ്ങനെ വളരെ ഭംഗിയായി ഹസ്തനപുരി ഭരിച്ചു പോവുകയും ഭാരതദേശത്തുള്ള മറ്റ് ഹസ്തനപുരിക്ക് സമീപമുള്ള രാജ്യങ്ങളുടെ രാജാക്കന്മാരിൽ നിന്ന് മേൽക്കോയ്മ സ്വീകരിക്കത്തക്ക രീതിയിൽ പ്രബലനായിരുന്ന ചിത്രാംഗതൻ ഒരു ചക്രവർത്തി തുല്യമായി തന്നെ രാജ്യം ഭരിച്ചു മുന്നേറവേ ഒരു നാൾ ചിത്രാംഗതൻ എന്ന് തന്നെ പേര് ഉള്ള ഒരു ഗന്ധർവനുമായി യുദ്ധം ചെയ്യാനിടവരികയും ഭീഷ്മരുടെ അഭാവത്തിൽ നടന്ന ആ യുദ്ധത്തിൽ മായാവിയായ ഗന്ധർവൻ ചിത്രാംഗതനെ നിഗ്രഹിച്ചു കളയുകയും ചെയ്തു. അന്നും യുവാവാതിരുന്ന വിചിത്രവീര്യനെ ഭീഷ്മർ ഹസ്തനപുരിയുടെ രാജാവായി സത്യവതിയുടെയും കൂടെ നിർദ്ദേശപ്രകാരം അഭിഷേകം ചെയ്ത് രാജാവായി വിചിത്രവീരനെ ഇരുത്തി രാജഭരണം പുറകെ നിന്ന് ഭീഷ്മർ തന്നെ നയിച്ച് മുന്നോട്ട് പോയി. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. വിചിത്രവീര്യൻ യുവാവായി. ഇനി എത്രയും പെട്ടെന്ന് വിചിത്രവീര്യനെ ഒരു വിവാഹം കഴിപ്പിച്ച് പുത്രന്മാരുണ്ടായി ഈ രാജ്യത്തിൻ്റെ പുനരവകാശികളെ സൃഷ്ടിക്കേണ്ടത് എത്രയും അത്യാവശ്യമാണ് എന്ന് തോന്നിയ ഭീഷ്മൻ വിചിത്രവീരന് വേണ്ടി വിവാഹങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അങ്ങ് കാശി രാജ്യത്ത് കാശി രാജാവിൻ്റെ 3 സമർത്ഥകളായ പുത്രിമാരുണ്ടെന്നും അവരുടെ പേര് അംബ, അംബിക, അംബാലിക എന്നാണെന്നും അവർ വളരെയധികം സുന്ദരിമാരും ബുദ്ധിമതികളും സമർത്ഥകളുമാണ് എന്നറിയുകയും ചെയ്തു. മാത്രമല്ല കാശി രാജാവ് സ്വന്തം പുത്രിമാർക്ക് വേണ്ടി അവിടെ സ്വയംവരം നിശ്ചയിച്ചിരിക്കുന്ന വിവരവും ഭീഷ്മർ അറിഞ്ഞു. സത്യവതിയുടെ കൂടെ അനുവാദത്തോടു കൂടി വിചിത്രവീര്യന് വേണ്ടി കാശി രാജ്യത്തിലെ രാജാവിലെ ഏതെങ്കിലും ഒരു പുത്രിമാരെ കൂട്ടിക്കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി ഭീഷ്മൻ അങ്ങ് കാശിയിലേക്ക് പുറപ്പെട്ടു. കാശി രാജ്യത്ത് എത്തപ്പെട്ട ഭീഷ്മൻ അവിടെ കണ്ട കാഴ്ച, അവിടെ അതിവിശാലമായ ഒരു സ്വയംവര പന്തൽ തയ്യാറാക്കിയിരിക്കുകയും ആ പന്തലിൽ ഭാരതദേശത്തുള്ള അനേകം നാട്ടുരാജ്യങ്ങളിലെ രാജകുമാരന്മാർ അവിടെ നിരന്നിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഭീഷ്മർ കണ്ടത്. ഭീഷ്മരും ആ സ്വയംവര മണ്ഡപത്തിലേക്ക് കടന്നിരുന്നു. ഭീഷ്മരെ കണ്ട ഉടനെ അതിനകത്തുണ്ടായിരുന്ന മറ്റ് രാജകുമാരന്മാർ അത്ഭുതപ്പെട്ട് ചിരിക്കാനും പരിഹസിക്കാനും തുടങ്ങി. അതിന് കാരണം, ഒന്ന്, ഭീഷ്മൻ ഏതാണ്ട് യുവത്വം നഷ്ടപ്പെട്ട് ഒരു വൃദ്ധരെ പോലെ തോന്നിക്കുന്ന അവസ്ഥയിൽ എത്തപ്പെട്ടിരുന്നു. 2, ഭീഷ്മൻ നിത്യബ്രഹ്മചാരിയാണ് എന്ന സത്യം അന്ന് ഭാരതദേശത്തുള്ള എല്ലാ രാജ്യങ്ങളിലും അറിയാമായിരുന്നു. അതിനാലാണ് ആ സ്വയംവരപ്പന്തലുണ്ടായിരുന്ന മറ്റ് രാജകുമാരന്മാർ ഭീഷ്മരെ കണ്ട് പരിഹസിക്കാനിടയായത്. ഈ വൃദ്ധന് ഈ സ്വയംവരപ്പന്തൽ എന്താണ് കാര്യം എന്ന്
ചില രാജകുമാരന്മാർ ചോദിക്കുകയും ചിലർ നിത്യബ്രഹ്മചാരി, ഈ ബ്രഹ്മചാരി എന്തിനാ ഈ സ്വയംവര പന്തലിലെത്തിയത് എന്ന് പരിഹസിക്കുകയും ചെയ്തു. എന്തായാലും പരിഹാസം വളരെ വർദ്ധിച്ചു വരുന്ന അവസ്ഥയിൽ ഭീഷ്മർക്ക് പെട്ടെന്ന് കോപമുണ്ടാവുകയും തൻ്റെ ഉള്ളിലെ യൗവന വികാരം ഉണർന്ന്, തന്നിലെ യോദ്ധാവ് ഉണർന്ന് ഭീഷ്മൻ ചാടി എണീറ്റ് ആ രാജകുമാരന്മാരോട് ഇങ്ങനെ പറഞ്ഞു: രാജകുമാരന്മാരെ, രാജകീയ വിവാഹമെന്ന് പറയുന്നത് സ്വയംവരം മാത്രമല്ല. ക്ഷത്രിയർക്ക് വിവാഹം 7 തരത്തിൽ വിധിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഞാൻ കരുതുന്നത് എതിരാളികളെ തോൽപ്പിച്ച് വീരയോദ്ധാവായി ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന വിവാഹമാണ് ക്ഷത്രിയൻ ഏറ്റവും ഉത്തമമെന്ന് ഞാൻ കരുതുന്നു. അതിനാൽ ഈ 3 കന്യകമാരെയും ഞാൻ എൻ്റെ അനുജന് വേണ്ടി ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പോവുകയാണ്. നിങ്ങൾക്കെന്നെ നേരിടാൻ കഴിയുമെങ്കിൽ, ചെറുക്കാൻ കഴിയുമെങ്കിൽ ഇതിനെ ചെറുത്തുകൊള്ളുക. ഞാനിതാ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ബില്ലെടുത്ത് പോരാളിയായി നിന്ന ഭീഷ്മനെ അവിടെ നിന്ന് എല്ലാ രാജകുമാരന്മാരും ഒന്നായി ചേർന്ന് ഭീഷ്മനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി. അങ്ങനെ അതിഭയാനകമായ ഒരു യുദ്ധം ആ കാശി രാജൻ്റെ സ്വയംവര പന്തലിലും പന്തലിൻ്റെ പരിസരത്തുമായി നടന്നു. ആ യുദ്ധത്തിൽ അധിക സമയമെടുക്കേണ്ടി വന്നില്ല ഭീഷ്മർക്ക് ഈ രാജകുമാരന്മാരെ എല്ലാം പരാജയപ്പെടുത്താൻ. ഭീഷ്മൻ്റെ ദിവ്യാസ്ത്ര പ്രയോഗങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ട രാജകുമാരന്മാർ ഓരോരുത്തരായി പേടിച്ച് പിന്മാറുകയാണ് ഉണ്ടായത്. അവസാനം ഭീഷ്മൻ ഈ 3 കന്യകമാരെയും, അതായത് അംബയെയും അംബികയെയും അംബാലികയെയും സ്വന്തം രഥത്തിൽ പിടിച്ചു കയറ്റി അവിടുന്ന് ഹസ്തിനപുരിയിലേക്ക് യാത്ര പുറപ്പെടാൻ പോകുമ്പോൾ പുറകിൽ നിന്ന് ഒരു രാജകുമാരൻ വിളിച്ചു പറഞ്ഞു: പെൺകൊതിയ, യുദ്ധക്കൊതിയ, നിൽക്കവിടെ. നീ എന്നെ നിഗ്രഹിച്ചതിന് ശേഷം മാത്രമേ ഈ കന്യകുമാരെയും കൊണ്ട് ഈ രാജ്യത്ത് നിന്ന് നിനക്ക് കടന്നു പോകാൻ കഴിയൂ. ഇത് കേട്ട് തിരിഞ്ഞു നോക്കി ഭീഷ്മൻ കണ്ട കാഴ്ച, അവിടെ സാല്വ രാജകുമാരൻ അമ്പുമേന്തി ഭീഷ്മനെ നേരിടുന്നതിലേക്ക് വേണ്ടി മുന്നോട്ട് വരുന്നതാണ്. ഭീഷ്മൻ വീണ്ടും വില്ലെടുത്തു സാല്വനെ നേരിട്ട് തുടങ്ങി. സാല്വനും ഭീഷ്മനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം തുടങ്ങി. ഇത് കണ്ട് തോറ്റു പിന്മാറിയ മറ്റ് രാജകുമാരന്മാർ പോലും സാല്വനെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് കൂടെ നിൽക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ആ സന്തോഷത്തിന് അധിക സമയം ദൈർഘ്യമുണ്ടായില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ ദിവ്യമായ പല അസ്ത്രങ്ങളും, അതായത് ആഗ്നേയാസ്ത്രവും വർണ്ണാസ്ത്രവും ഒക്കെ ഇങ്ങനെ തുരുതുര പ്രയോഗിക്കുന്ന ഭീഷ്മരെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാലുവിന് അധിക സമയം കഴിഞ്ഞില്ല. മാത്രമല്ല, സാലുവിൻ്റെ കുതിരകളും തേരും എല്ലാം നശിക്കുകയും പടച്ചട്ട വരെ നഷ്ടപ്പെട്ട സാലുവൻ അടുത്ത് നിഗ്രഹം നടക്കും എന്ന് ബോധ്യമായപ്പോൾ ആ ഭീഷ്മൻ്റെ തേരിലിരിക്കുകയായിരുന്ന അംബ വിളിച്ചു പറഞ്ഞു: അദ്ദേഹത്തെ നിഗ്രഹിക്കരുതേ, സാലു രാജാവിനെ വെറുതെ വിട്ടേക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കിയ ഭീഷ്മൻ വില്ല് തറയിൽ വെച്ച് വില്ലുമായി തേരിലേറി ഹസ്തിനപുരി കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു പോയി. മണിക്കൂറുകൾ കഴിഞ്ഞു. അങ്ങ് കാശി രാജ്യത്ത് നിന്നും ഹസ്തിനപുരിയിൽ ഭീഷ്മൻ കാശി രാജപുത്രിമാരെയും കൊണ്ട് എത്തുകയും തൻ്റെ അനുജനായ വിചിത്രവീര്യനെ കൊണ്ട് ഈ 3 പേരെയും വിവാഹം കഴിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്യുന്ന സമയത്ത് കാശി രാജപുത്രിമാരിൽ മൂത്തവളായ അംബ മുന്നോട്ട് വന്ന് ഭീഷ്മരോട് പ്രകാരം പറഞ്ഞു: അല്ലയോ വില്ലാളി വീരനായ ഭീഷ്മ, അങ്ങ് പ്രഗത്ഭനായ വില്ലാളി മാത്രമല്ല, ശ്രേഷ്ഠനായ ധർമ്മിഷ്ഠനും തത്വജ്ഞാനിയും കൂടെയാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങയോടൊന്ന് അപേക്ഷിക്കുന്നു. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനസ്സാൽ സാൽവ രാജാവിനെ ഭരിച്ചവളാണ്. ആ സാൽവ രാജാവും മനസ്സുകൊണ്ട് എന്നെ ഭരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ആ സ്വയംവരപ്പന്തലിൽ നിന്ന് അങ്ങ് എന്നെ കൂട്ടിക്കൊണ്ടുവരാതിരുന്നുവെങ്കിൽ അവിടെ ഞാൻ എൻ്റെ കയ്യിലെ വർണ്ണമാല്യം സാലു രാജാവിന് അണിയുമായിരുന്നു.
അതുകൊണ്ട് അങ്ങയ്ക്ക് കനിവുണ്ടാകണം. എൻ്റെ മനസ്സുകൊണ്ട് വരിച്ചു കഴിഞ്ഞ ആ സാലു രാജാവിനെ എന്നോടൊപ്പം ജീവിക്കാൻ എന്നെ അയച്ചാലും പറഞ്ഞയച്ചാലും പ്രഭോ എന്ന് ഭീഷ്മരോട് അപേക്ഷിക്കുകയും, ഇത് കേട്ട് കഴിഞ്ഞ ഭീഷ്മൻ സത്യവതിയോടും രാജപ്രമുഖരോടുമൊക്കെ ആലോചിച്ചതിന് ശേഷം ഒരു രാജകുമാരിക്ക് ചേർന്ന രീതിയിലുള്ള ഒരു യാത്രയ്ക്ക് തയ്യാറാക്കുകയും അനേകം തോഴിമാരെയും രഥവുമൊക്കെ കൂട്ടി അങ്ങ് സാലു രാജ്യത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അതിനുശേഷം ഇളയവരായ അംബികയെയും അംബാലികയെയും അനുജനായ വിചിത്രവീരനെ കൊണ്ട് വഴിയാമണ്ണം വിവാഹം നടത്തിക്കുകയും ചെയ്തു. അംബ ഭീഷ്മരുടെ അനുവാദത്തോടു കൂടി ഹസ്തനപുരി കൊട്ടാരത്തിൽ നിന്നും സാലു രാജ്യത്തെത്തി ഹസ്തനപുരിയിൽ നടന്ന സംഭവ വികാസങ്ങളെല്ലാം സാലു രാജാവിനോട് വിശദീകരിക്കുകയും സാലുവിന് ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്രകാരം അംബയോട് തിരിച്ചു പറഞ്ഞു: അല്ലയോ അംബേ, നീ പറയുന്നതെല്ലാം സത്യമാണ്. ഞാൻ നിന്നെ മനസ്സുകൊണ്ട് വരിച്ചിട്ടുള്ള കാര്യവും നീ എന്നെ മനസ്സാൽ വരിച്ച കാര്യവും ഒക്കെ സത്യവും തന്നെയാണ്. പക്ഷേ നിന്നെ വിവാഹം കഴിക്കുന്നതിലേക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ആ സ്വയംവര പന്തലിലെത്തിയത്. അവിടെ നിന്ന് ഭീഷ്മനാൽ യുദ്ധം ചെയ്ത് തോറ്റോടപ്പെട്ട എനിക്ക് ഞാൻ അപമാനിതനായാണ് അവിടുന്ന് പോകുന്നത് എന്ന സത്യം നിനക്കറിയാവുന്നതല്ലേ? ഞാനവിടെ യുദ്ധം ചെയ്ത് ഒരുപക്ഷേ എനിക്ക് ഭീഷ്മൻ അനുഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഞാൻ അവിടെ നിന്ന് നിന്നെ വിവാഹം കഴിച്ച് എൻ്റെ ഈ കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. ഇല്ല, ഭീഷ്മനാൽ ഞാൻ നിഗ്രഹിക്കപ്പെട്ടിരുന്നു എങ്കിലും വീരസ്വർഗം ലഭിച്ചതായി ഞാൻ കരുതുമായിരുന്നു. ഇവ രണ്ടും സംഭവിക്കാതെ അപമാനിതനായി നിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രം അവിടുന്ന് പുറപ്പെടേണ്ടി വന്ന എനിക്ക് ഇനി ഒരു കാരണവശാലും നിന്നെ വിവാഹം കഴിക്കാൻ കഴിയുന്നതല്ല. അതിനാൽ നീ എത്രയും പെട്ടെന്ന് തിരിച്ച് ഹസ്തിനപുരി കൊട്ടാരത്തിലെത്തി ഭീഷ്മൻ നിന്നെ അപഹരിച്ചു കൊണ്ടുപോയതുപോലെ ഭീഷ്മൻ തന്നെ നിന്നെ വിവാഹം കഴിക്കണമെന്ന് ഭീഷ്മനോട് ആവശ്യപ്പെടുക. അതാണ് ധർമ്മം, അതാണ് ശരി, അതാണ് ന്യായം എന്ന്. ഇത് കേട്ട് കഴിഞ്ഞ അംബ പല വിധത്തിലുള്ള ഉപാധികളും സാലു രാജാവിനോട് പറഞ്ഞു നോക്കിയെങ്കിലും അതൊന്നും ഫലിക്കില്ല എന്ന് കണ്ടപ്പോൾ അംബ തിരിച്ച് ഹസ്തിനപുരി കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഹസ്തിനപുരിയിലെത്തിയ അംബ ഭീഷ്മന് മുന്നിലെത്തുകയും സാലു രാജ്യത്ത് നടന്ന സംഭവ വികാസങ്ങളെല്ലാം വിവരിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മഹാരാജ, അങ്ങാണ് എൻ്റെ ഈ ജീവിത ദുർഗതിക്ക് കാരണക്കാരൻ. അങ്ങൊരു സത്യത്തിൻ്റെ വാക്കും എന്നോട് പറയേണ്ട കാര്യമില്ല. എന്നെ അങ്ങ് വേലി കഴിക്കുക, ഈ കൊട്ടാരത്തിൽ അങ്ങയുടെ ഭാര്യയായി വസിക്കാൻ എന്നെ അനുവദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞ ഭീഷ്മൻ, എൻ്റെ സത്യത്തിന് ഒരു കാരണവശാലും ഭംഗം വരുന്നതല്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സത്യപ്രതിജ്ഞ ചെയ്തതാണ്. അതിനൊരു കാരണവശാലും മാറ്റം സംഭവിക്കുന്നതല്ല. എന്നെ അവിടെ ആ സ്വയംവര മണ്ഡപത്തിൽ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങളെ 3 പേരെയും ആ സമയത്ത് എനിക്ക് യുദ്ധം ചെയ്ത് കൂട്ടിക്കൊണ്ടുവരേണ്ടി വന്നത്. അല്ലാതെ എൻ്റെ അനുജന് വേണ്ടി ഒരു കന്യകയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ സ്വയംവര പന്തലിലെത്തിയത്. പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. എങ്കിലും നിന്നെ സ്വീകരിക്കുക എന്നത് എനിക്ക് അസാധ്യമാണ്. നിൻ്റെ അനുജത്യമാർ 2 പേരെയും എൻ്റെ അനുജനെ കൊണ്ട് ഞാൻ വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞു. അനുജൻ സമ്മതിക്കുകയാണെങ്കിൽ നിന്നെയും കൂടെ വേലി കഴിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ നീ തിരിച്ചു പോയേ പറ്റൂ. ഇത് അറിഞ്ഞ വിചിത്രവീര്യൻ മറ്റൊരു പുരുഷനെ മനസ്സാൽ വരിച്ചു കഴിഞ്ഞ സ്ത്രീയെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധ്യമല്ല എന്ന് പറയുകയും അങ്ങനെ വിചിത്രവീര്യൻ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അംബയ്ക്ക് മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ വീണ്ടും ഭീഷ്മനടുത്തെത്തി: അല്ലയോ ഭീഷ്മ, അങ്ങ് ഏത് യോദ്ധാവായാലും എത്ര ശ്രേഷ്ഠനായാലും ഞാൻ കേവലം ഒരു സ്ത്രീയായി പോയതുകൊണ്ട് എനിക്ക് അങ്ങയോട് യുദ്ധം ചെയ്യാനോ എൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് അങ്ങയോട് പ്രതികാരം ചെയ്യാനോ എനിക്ക് ഇന്ന് കഴിയുന്നില്ല. പക്ഷേ ഞാൻ എത്ര ജന്മമെടുത്തായാലും ഞാൻ കാരണവശാലായിരിക്കും അങ്ങേക്ക് മരണം സംഭവിക്കുക. ഇത് സത്യം, സത്യം, സത്യം എന്ന് അംബ ഭീഷ്മരെ ശപിക്കുകയും
ഒരിടത്തും പോകാൻ നിർവാഹമില്ലാതെ കുറച്ചു നാൾ അംബ ഈ ഹസ്തിനപുരി കൊട്ടാരത്തിൽ തന്നെ കഴിയുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാനിവിടെ നിർത്തുന്നു. അടുത്ത ഭാഗത്ത് അംബികയെയും അംബാലികയെയും വിവാഹം കഴിച്ച വിചിത്രവീരന് അകാലത്തിൽ മരണം സംഭവിക്കേണ്ടി വരുന്നതിനെക്കുറിച്ചും ശേഷം നടക്കുന്ന അസംഭവ്യങ്ങളായ സംഭവങ്ങളെക്കുറിച്ചും വിവരിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.